ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും അറിയാവുന്നതും വളരെയേറെ ആരോഗ്യ ഗുണമുള്ള ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് പല രീതിയിൽ ഉണ്ടാക്കാം, എന്നാൽ ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് രുചിയായിട്ടും ഗുണപരമായും തയ്യാറാക്കിയ ബീട്രൂട്ട് മെഴുക്കുവരട്ടി എനിക്ക് നല്ലതായിട്ട് തോന്നി. അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർക്കുക. കൂടെ 2 വറ്റൽമുളകും. മൂത്ത് വരുമ്പോൾ ഒരു സബോള അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റുക. നന്നായി വഴറ്റുക. ഇത് കുറച്ച് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർക്കുക. മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അങ്ങനെ ഇതും കൂടെ ഒന്നിച്ചിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച 3 വലിയ ബീട്രൂട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ലോയിലായിരിക്കണം. ബീട്രൂട്ടിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായി ഇളക്കുക, മിക്സ് ചെയ്യുക. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ബീട്രൂട്ട് എല്ലാം കൂടെ ഒന്നിച്ച് ഒന്ന് കൂട്ടി വെച്ചിട്ട് അടപ്പ് വെച്ച് അടയ്ക്കുക. എന്നിട്ട് 2 മിനിറ്റ് വേവിക്കുക. ഇങ്ങനെ ഇത് ലോ ഫ്ലെയിമിൽ വേവിക്കുമ്പോൾ ഇതിനകത്തെ വെള്ളമെല്ലാം ഇറങ്ങി ആ വെള്ളം കൊണ്ട് തന്നെ ബീട്രൂട്ടും വെന്തോളും. ഞാൻ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കുന്നില്ല. തുറന്ന് നോക്കുക, വീണ്ടും ഇളക്കുക. അപ്പോഴേ ഇതിനകത്തെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇച്ചിരൂടെ വേകാനുണ്ട്. അതുകൊണ്ട് വീണ്ടും ഇത് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് കൂടി വേവിക്കുക. അങ്ങനെ വേവിച്ചതിന് ശേഷം ആ സമയത്തും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീ വെക്കാവുന്നതാണ്. വീണ്ടും തുറക്കുക. ഇപ്പോഴേ ഇതിനകത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോഴേ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇവിടെ കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. നേരത്തെ നമ്മൾ മുളക് ചേർത്തിട്ടുണ്ട്, മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കുക. ഇതിലെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ ആ പ്രത്യേക ഇൻഗ്രീഡിയൻ്റായ വെളുത്ത എള്ള് ചേർക്കുക. എള്ള് നമുക്കറിയാം പ്രോട്ടീൻ്റെയും വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കലവറയാണ്. ഈ എള്ള് ഇത് ലാസ്റ്റ് ഭാഗത്ത് വേണം ചേർക്കാനായിട്ട്. കാരണം എല്ലാം വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് എള്ളും കൂടി ഇട്ട് ഒന്ന് വഴറ്റുക. അപ്പോൾ അതെല്ലാം ഈ എള്ളൂടെ അതിനകത്ത് ചേർന്ന് മുരിഞ്ഞ് നല്ല ഒരു ടേസ്റ്റും കാണാനും നല്ല ലുക്ക്, അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടും ഗുണപരമായിട്ടുള്ള ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഇവിടെ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ മെഴുക്കുവരട്ടി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.